മുൻ പെന്റഗണിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ട്രംപിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞത്, അതായത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കിയതിന് സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിന് ട്രംപ് തീർച്ചയായിട്ടും അർഹനാണ് എന്നാണ്. എന്ന് വെച്ചാൽ അമേരിക്കക്കാർ ഇതെല്ലാം ശ്രദ്ധയോടെ നോക്കി കാണുന്നുണ്ട്, ഇന്ത്യ റഷ്യ റിലേഷൻ എത്രത്തോളം സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ത്യക്ക് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന സുഹൃത്തുക്കളുണ്ടോ? നമുക്ക് ഏത് സാഹചര്യത്തിലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാർട്ട്നേഴ്സ് നമുക്കുണ്ടോ? ജിയോ പൊളിറ്റിക്സിനകത്ത് നമുക്ക് 100% ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് 99% ഇന്ത്യക്ക് വിശ്വസിക്കാൻ കഴിയുന്ന അന്താരാഷ്ട്ര സുഹൃത്തുക്കളുണ്ടോ? അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാവുന്നത് പോലെ, ഓൾ വെതർ പാർട്ട്നേഴ്സ് എന്ന് പറയാവുന്നത് പോലെ, ഏതൊരു സാഹചര്യത്തിൽ നമ്മുടെ സുഖത്തിനും ദുഃഖത്തിലും ഒക്കെ ഒപ്പം നിൽക്കുന്ന സുഹൃത്ത് രാജ്യങ്ങൾ നമുക്കുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്യേണ്ടതാണ്. വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യക്ക് ആവശ്യമുള്ള അത്രയും എണ്ണ റഷ്യ നൽകിക്കൊണ്ടേയിരിക്കും. ട്രംപ് ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പിനെയും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അമേരിക്ക ന്യൂക്ലിയർ ഫ്യൂവൽ ഞങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങുമ്പോൾ ഇന്ത്യ ഫ്യൂവൽ വാങ്ങുന്നതിനെ മാത്രം എന്തിന് തടസ്സപ്പെടുത്തുന്നു എന്നാണ് പുടിൻ ചോദിച്ചത്. ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യം നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം നമുക്ക് ഗുണം ചെയ്യും. കാരണം അമേരിക്കയുടെ ഇരട്ടിയോളമോ അതിൽ കൂടുതലോ വലിപ്പം മൊത്തത്തിൽ റഷ്യയ്ക്കുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. സോ അത്രയും വലിയ ഒരു രാജ്യം, നമ്മുടെ ഭൂമിയിൽ തന്നെ ഏറ്റവും വലിപ്പമുള്ള രാജ്യം. എവിടെയോ വായിച്ചതായിട്ട് നമ്മൾ ഓർക്കുന്നുണ്ട്. അതായത് നമ്മുടെ പ്ലൂട്ടോ എന്ന് പറയുന്ന ഗ്രഹം പണ്ട് ഗ്രഹമായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്, ഇന്ന് അതിനെ ഗ്രഹമായി കണക്കാക്കുന്നില്ല. എങ്കിൽ പോലും പ്ലൂട്ടോയുടെ അത്രയും തന്നെ വലിപ്പം റഷ്യയുടെ മൊത്തം പ്രദേശങ്ങൾക്കുണ്ട് എന്ന് പണ്ട് എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അത്രയും വലിയൊരു രാജ്യമാണ് എന്ന് മാത്രമല്ല, കുറച്ച് നൂറ്റാണ്ടുകളായി തന്നെ പല രീതിയിൽ റഷ്യ വളരെ വലിയൊരു രാജ്യമായിട്ട് പലപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സോവിയറ്റ് കാലഘട്ടത്തിലും കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമുക്കറിയാം, അലാസ്ക കൂടി റഷ്യയുടെ ഭാഗമായിരുന്നെങ്കിൽ റഷ്യ ഇതിനേക്കാൾ വലുതായിരുന്നു. സെൻട്രൽ ഏഷ്യ, സോവിയറ്റ് കാലഘട്ടത്തിൽ കസാക്കിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് രാജ്യങ്ങൾ, യൂറോപ്പിലെയും സെൻട്രൽ ഏഷ്യയിലെയും ഒക്കെ രാജ്യങ്ങളൊക്കെ അന്ന് റഷ്യയുടെ ഭാഗമായിരുന്നു. അതും കൂടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ റഷ്യ വളരെ വലുതായിരുന്നേ. അപ്പൊ അത്രയും വലിയൊരു രാജ്യമാണ്, ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം. ആ രാജ്യത്ത് ഒരുപാട് അപൂർവമായിട്ടുള്ള ധാതുക്കളും അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങളും ഒക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ അമേരിക്ക പോലും ന്യൂക്ലിയർ ഫ്യൂവൽ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ റെയർ എർത്തിന്റെ കാര്യത്തിൽ ധാരാളം നിക്ഷേപങ്ങൾ റഷ്യക്കുണ്ട്. ചൈനയ്ക്ക് പൂർണ്ണമായിട്ടും റഷ്യയുടെ ആ ഒരു ലാൻഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പുടിൻ അനുവാദം കൊടുത്തിട്ടില്ല. ചൈന വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ചൈനയ്ക്ക് റഷ്യയ്ക്ക് ഉള്ളിൽ കടന്നു കയറി ഖനനം ചെയ്യാനൊക്കെ ഉള്ള അനുമതി റഷ്യൻ ഭരണകൂടം കൊടുത്തിട്ടുള്ളൂ. കാരണം ഇപ്പോഴും ചൈനയും റഷ്യയും തമ്മിൽ തീർക്കാൻ കഴിയാത്ത ചില അതിർത്തി തർക്കങ്ങളൊക്കെ ഉണ്ട്. അതിന് ചരിത്ര പ്രാധാന്യമുണ്ട്. നമ്മൾ മുമ്പ് പലപ്പോഴും സംസാരിച്ച കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ചൈന തങ്ങൾക്കെതിരെയും തിരിയുമെന്ന് റഷ്യക്ക് അറിയാം, സുഹൃത്തുക്കളൊക്കെ ആണെന്ന് പറയുമ്പോൾ തന്നെ. പക്ഷെ ഇന്ത്യയും റഷ്യയും തമ്മിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇന്നുവരെ യുദ്ധവും ചെയ്തിട്ടില്ല. ചൈനയും റഷ്യയും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട് സോവിയറ്റ് കാലഘട്ടത്തിൽ. അപ്പൊ ഇന്ത്യ റഷ്യ ബന്ധത്തിന് കുറച്ചും കൂടെ ഫ്യൂച്ചർ ഉണ്ട്, ലോങ് ടേം റിലേഷൻ ആണ്. അവിടെയാണ് പുടിൻ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ ഇന്ത്യ പൂർണ്ണമായി റഷ്യയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, റഷ്യ ഇന്ത്യയും പൂർണ്ണമായി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് റഷ്യയിൽ നിന്ന് പല ആയുധങ്ങളും ആവശ്യമാണ്, ഇപ്പൊ ഓയിൽ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. റഷ്യക്ക് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം വളരെ പ്രധാനമാണ്. റഷ്യൻ എക്കണോമിയെ താങ്ങി നിർത്തുന്നതിൽ ഒരു വലിയ പങ്ക് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം വഹിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് ഇന്ത്യ ഒരു ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമല്ലേ, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യവുമാണ്. ഇപ്പൊ ആ രാജ്യത്തിലേക്ക് വ്ളാഡിമിർ പുടിൻ വന്നു എന്ന് പറയുമ്പോൾ പുടിന്റെയും റഷ്യയുടെയും ഇമേജ് തന്നെ ലോകത്ത് മാറുകയാണ്. എന്ന് വെച്ചാൽ എന്തോ ഒരു ക്രൂരനാണ്, മാറ്റി നിർത്തേണ്ട ആളാണ്, കൊലപാതകിയാണ്, വംശഹത്യ നടത്തുന്ന ആളാണെന്നുള്ള വിശേഷണം വെസ്റ്റേൺ രാജ്യങ്ങൾ പുടിന്റെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ആ വ്യക്തി ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം സന്ദർശിക്കുകയും ആ രാജ്യവുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തുകയും ചെയ്യുമ്പോൾ വെസ്റ്റേൺ മീഡിയയുടെ അജണ്ടകൾ കൂടിയാണ് അവിടെ ഇല്ലാതെയാവുന്നത്. അപ്പൊ പുടിന്റെ ഇമേജ് ബിൽഡ് ചെയ്യാൻ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ വളരെയധികം റഷ്യയെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രാധാന്യമുണ്ട്. ഇന്ത്യ ഇപ്പോൾ റഷ്യയെ പോലെയോ അല്ലെങ്കിൽ ചൈനയെ പോലെയോ അമേരിക്ക പോലെയോ അത്രയും പവർഫുൾ അല്ല. ഇപ്പോൾ റഷ്യയുടെ അത്ര നമ്മൾ സൈനിക ശക്തിയല്ല, ചൈനയുടെ അത്രയോ അമേരിക്കയുടെ അത്രയോ എക്കണോമിക് പവറും അല്ല. പക്ഷെ ഈ മൂന്ന് രാജ്യങ്ങളും കഴിഞ്ഞാൽ നാലാമതൊരു രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ കണ്ണുമടച്ച് ലോക രാജ്യങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു ശക്തിയായിട്ട് ഇന്ത്യ എന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോ നമ്മൾ ക്രിക്കറ്റിലായാലും ഫുട്ബോളിലായാലും ലെജൻഡ് എന്ന് പറയുന്ന താരങ്ങളൊക്കെ വിരമിക്കാറുണ്ട്. അവർ വിരമിച്ചു എന്ന് കരുതിയിട്ട് പിന്നീട് പുതിയ താരങ്ങൾ ഉണ്ടാകാതിരുന്നിട്ടില്ല. അതിനേക്കാൾ മികച്ചതോ അതിനൊപ്പം നിൽക്കുന്നതായിട്ടുള്ള താരങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ലോകശക്തിയായിട്ടുള്ള അമേരിക്ക എന്നും ഇതേ ലോകശക്തിയായിട്ട് നിലനിൽക്കാനൊന്നും പോകുന്നില്ല. അമേരിക്കയ്ക്കും വിരമിക്കേണ്ട സമയമായിട്ടുണ്ട്. വാർദ്ധക്യത്തിലേക്ക് അമേരിക്ക എത്തുകയാണ്. അവരുടെ യൗവന കാലഘട്ടമൊക്കെ അവസാനിച്ചു. പഴയ ചാട്ടമൊന്നും ഇപ്പോഴില്ല. പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് അമേരിക്ക.
ഇന്ന് അമേരിക്ക ആർക്കാണ് പേടിയുള്ളത്? അമേരിക്കയുടെ കുറച്ച് സാമന്ത രാജ്യങ്ങൾക്കോ പാകിസ്ഥാനെ പോലുള്ള കുറച്ച് രാജ്യങ്ങൾക്കോ ഒക്കെ പേടിയുണ്ടാവും. മറ്റു പല രാജ്യങ്ങളും US-നെ റെസ്പെക്ട് ചെയ്യുന്നതിന്റെ ഒരു കാരണം അവരുടെ എക്കണോമിക് പവറാണ്. അല്ലാതെ അവരുടെ കയ്യിൽ ആണവായുധം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലും ഉണ്ട്, അവരുടെ കയ്യിൽ ഭൂഖണ്ഡാന്തര മിസൈൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലും ഉണ്ട്. നമ്മളെക്കാൾ അവർ പവർഫുൾ ഒക്കെ തന്നെയാണ്. പക്ഷെ എന്ന് പറഞ്ഞ് അങ്ങനെ കാണിച്ച് പേടിപ്പിക്കാനും മാത്രം എക്കണോമിക് പവർ മാത്രമാണ് ഇന്ന് അമേരിക്കയുടെ കയ്യിലുള്ളത്. അതിനും ഈ പറയുന്ന പോലെ അതും അതിന്റെ വാർദ്ധക്യത്തിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ അമേരിക്കയ്ക്ക് മറ്റേ സട കൊഴിഞ്ഞ് പല്ല് കൊഴിഞ്ഞ് അവശതയിലേക്ക് പോവേണ്ടി, ഷെഡിൽ ഒതുങ്ങേണ്ടി വരും. അപ്പൊ ആ ഒരു സമയത്ത് ലോകം അനാഥമായി പോകാനൊന്നും പോകുന്നില്ല. പുതിയ സൂപ്പർ പവറുകൾ ഉയർന്നു വരും. ഓൾറെഡി ചൈന ഒരു പ്രധാനപ്പെട്ട സൂപ്പർ പവർ എന്ന് പറയാവുന്ന നിലയിലേക്ക് വളർന്നിട്ടുണ്ട്. ചൈനീസ് എക്കണോമിക് പവർ അതിലൊരു പ്രധാന ഘടകവുമാണ്. ഈ ചൈനയ്ക്ക് എന്നും ഇതുപോലെ നിലനിൽക്കാൻ പറ്റുമോ? പറ്റുകയില്ല. ചൈനയും ഷെഡിലാവുന്ന സമയം വരും. അപ്പോഴും പുതിയ ശക്തികൾ ഉയർന്നു വരും. സോ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവർ ആണ്. ഈ കാലഘട്ടത്തിൽ, ഈ നൂറ്റാണ്ടിൽ തന്നെ ശക്തി പ്രാപിക്കാൻ പോകുന്ന ഒരു വലിയ പവറാണ്. അപ്പൊ ആ രാജ്യവുമായിട്ടുള്ള സൗഹൃദം റഷ്യയ്ക്കും ഗുണമേ ചെയ്യുള്ളൂ, ഒരിക്കലും ദോഷം ചെയ്യില്ല. അതിലുപരിയായിട്ട് ലോകം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ക്രൈസിസ് ഫ്യൂച്ചറിൽ പോപ്പുലേഷൻ തന്നെയാണ്. ഇന്ന് നമ്മൾ ഏറ്റവും വലിയ ക്രൈസിസ് ആയിട്ട് പറയുന്നത് പോപ്പുലേഷൻ കൂടുതലുള്ളതല്ലേ? ഭാവിയിൽ ഏറ്റവും വലിയ ക്രൈസിസ് ആയിട്ട് മാറാൻ പോകുന്നത് പോപ്പുലേഷന്റെ കുറവാണ്. ജപ്പാനും അല്ലെങ്കിൽ ചൈനയും സൗത്ത് കൊറിയയും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ഇന്ന് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ജനസംഖ്യാ വർധനവിൽ ഉണ്ടാവുന്ന ഇടിവാണ്. അപ്പൊ അടുത്തൊരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഒരു ശക്തമായ കുതിപ്പിന് ലോകം സാക്ഷ്യം വഹിക്കും. ഇന്ത്യക്കും ഒരു തിരിച്ചടി ഉണ്ടാവുന്ന കാലം വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒന്നും ഈ ഭൂമിയിൽ പ്രകൃതിയിൽ സ്ഥിരമായിട്ട് എന്നും ഒന്നും നിലനിൽക്കാൻ പോകുന്നില്ല. ഇന്ത്യ ഒരു കാലത്തെ മേജർ പവർ ആയിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ഇന്ന് ഇന്ത്യ വളരെ ദുർബലമായ ഒരു ശക്തിയിൽ നിന്ന് വീണ്ടും ശക്തമായ ഒരു പവറായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനയും അങ്ങനെ തന്നെയാണ്. ഒരു കാലത്ത് ലോകത്തെ ഒരു മേജർ പവർ ആയിരുന്നെങ്കിൽ പിന്നീട് താഴെ പോയി വീണ്ടും ഉയർന്നു പോവാണ്. അപ്പൊ ഇതിങ്ങനെ ഈ ഒരു ചക്രം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഒരു കാലത്ത് ആഫ്രിക്ക ലോകത്തെ പ്രധാന ശക്തിയായിട്ടൊക്കെ വരാം. അപ്പൊ ഇത് നമുക്ക് ഒരു രാജ്യത്തെയും ഒരു ഘട്ടത്തിലും എഴുതി തള്ളാൻ പറ്റില്ല. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവറുമായിട്ടുള്ള ബന്ധം റഷ്യക്ക് ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് വർദ്ധിപ്പിക്കുവാനും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ശക്തമാക്കുവാനും റഷ്യയും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാനും രണ്ട് രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യക്ക് ഏതൊരു ഘട്ടത്തിലും ഉറച്ചു വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സുഹൃത്ത് അത് റഷ്യ തന്നെയാണ്. എന്ന് വെച്ച് നമുക്ക് ജിയോ പൊളിറ്റിക്സിലെ ആപ്തവാക്യം മറക്കാനും പറ്റില്ല. അവിടെ സ്ഥിരമായ സുഹൃത്തുക്കളും ശത്രുക്കളും ഇല്ല. അതിനൊരു അപവാദമായിട്ട് നമ്മുടെ റഷ്യ മാത്രമേ ഉള്ളൂ. റഷ്യ സ്ഥിരമായി നമ്മുടെ സുഹൃത്താണ്. പക്ഷേ വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായിട്ട് റഷ്യയുടെ നേതൃത്വത്തിലുണ്ട്. നാളെ ഒരു വെസ്റ്റേൺ അനുകൂലിയായിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു താല്പര്യമുള്ള ഒരാൾ റഷ്യയുടെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള റിലേഷൻ ഇതുപോലെ സൗഹൃദപരമായി മുന്നോട്ട് പോകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ കടുത്ത ചൈനീസ് പക്ഷക്കാരനായിട്ടുള്ള ചൈനീസ് അനുകൂലിയായിട്ടുള്ള ഒരാള് വ്ളാഡിമിർ പുടിന് ശേഷം റഷ്യയിൽ അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അയാൾ ഇന്ത്യയോട് ഇന്ന് പുടിൻ പുലർത്തുന്ന അതേ സൗഹൃദമായിട്ടുള്ള ഒരു നീക്കം അല്ലെങ്കിൽ സൗഹൃദ ഒരു അന്തരീക്ഷം നിലനിർത്തുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കിതിനകത്ത് 100% എന്ന് വാക്ക് ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷെ ഒരു 99%, 1% എപ്പോഴും നമ്മൾ മാറ്റി നിർത്തിയേ പറ്റൂ. 99% ഇന്നത്തെ ലോക സാഹചര്യങ്ങളിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണറാണ് റഷ്യ. അടുത്തതായിട്ട് ഫ്രാൻസിന്റെ കാര്യം പറയാം. ഈ ഫ്രാൻസ് എന്ന് പറയുന്നത് ശരിക്കും യൂറോപ്പിലെ ഒറ്റപ്പെട്ട ഒരു മേജർ പവറാണ്. എന്ന് വെച്ചാൽ ഫ്രാൻസ് അമേരിക്കയോട് 100% വിധേയത്വം പുലർത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അമേരിക്കയോട് വിധേയത്വം പലപ്പോഴും പുലർത്തേണ്ടി വരികയാണ് മനസ്സില്ലാ മനസ്സോടെ. ഫ്രാൻസിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡന്റ് പവറായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, ചൈനയെ പോലെ റഷ്യയെ പോലെ ഇന്ത്യയെ പോലെയൊക്കെ. പക്ഷേ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ലോകക്രമം, അവിടെ US-ന്റെ മേധാവിത്വം അംഗീകരിച്ചുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള നാറ്റോ, അതോടനുബന്ധിച്ച് രൂപപ്പെട്ടിട്ടുള്ള ലോക ക്രമവും സംവിധാനങ്ങളിലും ഒക്കെ ഫ്രാൻസും പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോ ബ്രിട്ടൻ ഒരു പ്രസക്തിയും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ഒരു കാലത്ത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ഉണ്ടായിരുന്ന ബ്രിട്ടൻ ഇന്ന് അമേരിക്കയുടെ ഒരു സാമന്ത രാഷ്ട്രമായി മാറിയിട്ടില്ലേ? ജർമ്മനി ഇന്ന് അമേരിക്കയുടെ സാമന്തരായിട്ട് മാറിയിട്ടില്ലേ? അപ്പോൾ അതുപോലെ ഇറ്റലി, ജർമ്മനി, സ്പെയിൻ, സ്വീഡൻ, അങ്ങനെ ഈ രാജ്യങ്ങളൊക്കെ പല രൂപത്തിൽ അമേരിക്കയുടെ സാമന്ത രാഷ്ട്രങ്ങളാണ്. കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഉദാഹരണം, ഫ്രാൻസിന്റെ ശത്രുപക്ഷത്താണ് ഇന്ന് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടില്ലേ? ഫ്രാൻസും അതുപോലെ റഷ്യയും തമ്മിലുള്ള ബന്ധം വളരെ മോശമാണ്. ഒരുപക്ഷെ നാറ്റോ അല്ലെങ്കിൽ റഷ്യ തമ്മിലുള്ള ഒരു യുദ്ധം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസ് റഷ്യ ആക്രമിക്കുന്നതിന് മുന്നിൽ തന്നെ ഉണ്ടാവും. പക്ഷെ എന്നിട്ടും ഫ്രാൻസ് ആണ് ഇന്ത്യയുമായിട്ട് എഞ്ചിൻ ടെക്നോളജി ഷെയർ ചെയ്തുകൊണ്ട് 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എഞ്ചിൻ നിർമ്മിക്കാനായിട്ട് കരാറുണ്ടാക്കിയത്. ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പല്ലേ കരാർ സൈൻ ചെയ്തത്. അപ്പോൾ ഫ്രാൻസിന് ഇന്ത്യ റഷ്യ റിലേഷനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ
ക്രിട്ടിക്കൽ ടെക്നോളജികൾ ഉൾപ്പെടുന്ന സഫ്രാൻ എന്ന് പറയുന്ന കമ്പനിയാണല്ലോ ഇന്ത്യയുമായിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്തത്. ഈ സഫ്രാൻ എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ കമ്പനിയാണ്. അവരുടെ ഈ പറയുന്ന നമ്മുടെ റഫേൽ യുദ്ധവിമാനങ്ങൾക്കടക്കം എഞ്ചിൻ നിർമ്മിച്ചു കൊടുക്കുന്ന കമ്പനിയാണ്. കമ്പനിയുമായിട്ട് ഇന്ത്യ എഗ്രിമെന്റ് സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രാൻസ് നമ്മളെ അത്രയും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം അത്രയും സ്ട്രോങ് ആണ്. അവിടെ റഷ്യ ഇന്ത്യ റിലേഷൻ ഒരു ഘടകമേ അല്ല. അപ്പൊ ഇന്ത്യക്ക് റഷ്യ പോലെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണറാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 2-3 പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യക്കെതിരെ ഒരു ഘട്ടത്തിലും അന്താരാഷ്ട്ര തലത്തിലോ UN-ലോ ഒരു നിലപാടെടുക്കാത്ത, ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാത്ത ഒരു സുഹൃത്ത് രാജ്യമാണ് ഫ്രാൻസ്. സോ നമുക്ക് ഉറപ്പായും 99% ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണറാണ്. മൂന്നാമത്തേത് ഭൂട്ടാനാണ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓൾ വെതർ പാർട്ട്ണർ എന്ന് പറയാൻ പറ്റുന്ന നമ്മുടെ സുഹൃത്ത് ഭൂട്ടാനാണ്. 99-100% നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. ചൈനീസ് അധിനിവേശത്തിനെതിരെ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ്. ബാക്കി ഇപ്പോൾ നേപ്പാൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ആയിക്കോട്ടെ, അഫ്ഗാനിസ്ഥാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ബംഗ്ലാദേശോ ശ്രീലങ്കയോ മാൽഡീവ്സോ ഏതെടുത്താലും ഈ രാജ്യങ്ങളെക്കാളൊക്കെ നന്ദിയും കടപ്പാടും സ്നേഹവും ഇന്ത്യയോട് കാണിക്കുന്ന, ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിനെ പോലെ നമ്മൾ പരിഗണിക്കുന്ന, നമ്മളോട് വളരെ സ്നേഹവും ആത്മാർത്ഥതയും കാണിക്കുന്ന ഒരു സുഹൃത്ത് രാജ്യമാണ് ഭൂട്ടാൻ. അവർ വലിയ ലോകശക്തിയോ മേജർ പവറോ ഒന്നും അല്ല. ലോകത്തിൽ ഏറ്റവും അധികം സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളൊരു രാജ്യങ്ങളിൽ ഒന്നാണ്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. നമുക്ക് ഏറ്റവും അധികം വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സുഹൃത്ത് രാജ്യം തന്നെയാണ് ഭൂട്ടാൻ. അടുത്ത നമ്മുടെ ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്ന സുഹൃത്ത് ഇസ്രയേലാണ്. ഇസ്രയേലിന് നമ്മളോടൊരു നന്ദി കൂടിയുണ്ട്. അവരുടെ രാജ്യത്ത് നിന്ന് അവർക്ക് രാജ്യം വിട്ടു പോകേണ്ടി വന്നപ്പോൾ ജൂത സമൂഹത്തിന് അഭയം കൊടുത്ത ഒരു രാജ്യം എന്ന നിലയ്ക്കുള്ള നന്ദിയുണ്ട്. അതിലുപരിയായിട്ട് പല കാരണങ്ങളാൽ സിമിലാരിറ്റീസ് ഉണ്ട് ഇസ്രയേലിനും ഇന്ത്യക്കും. ഇപ്പൊ നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് നേരിടുന്ന ഭീകരവാദത്തിന്റെ അടക്കം പ്രശ്നങ്ങൾ ഇസ്രയേലിലും നേരിടുന്നുണ്ട് പല രൂപത്തിൽ. അപ്പൊ അങ്ങനെ ഒരു രീതിയിലാണ് അവർക്ക് നമ്മളോടൊരു സ്നേഹമുള്ളത്. മാത്രമല്ല 2 വളരെ പുരാതനമായ സംസ്കാരങ്ങൾ കൂടിയാണ്. അപ്പൊ ഇസ്രയേലിന് ഈ ഒരു ഘട്ടത്തിൽ അമേരിക്കയുടെ ഒരു സാമന്ത രാഷ്ട്രമാണ് ഇസ്രയേൽ എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ ഇവിടെ മറക്കാൻ പറ്റില്ല. നമുക്ക് അമേരിക്കയുടെ സാമന്ത രാഷ്ട്രമാണ്. അമേരിക്കയുടെ താല്പര്യങ്ങളെ ഖനിച്ചുകൊണ്ട് അവരൊരിക്കലും ഇന്ത്യയുമായിട്ടൊരു സൗഹൃദത്തിൽ മുന്നോട്ട് പോവില്ല. പക്ഷേ ഇസ്രയേലിന് ഇസ്രയേലിൻ്റെതായിട്ടുള്ള കുറച്ച് ന്യായങ്ങളുണ്ട് ഇന്ത്യയുമായിട്ട് അടുക്കുന്നതിന്. ഇത് US-നും എതിർക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. പക്ഷെ ഒരിക്കലും അമേരിക്കയെ എതിർത്തുകൊണ്ട് ഒരിക്കലും ഇസ്രയേൽ ഇന്ത്യക്കൊപ്പം നിൽക്കില്ല. എന്നാൽ ഇന്ത്യയുമായിട്ട് ആത്മാർത്ഥമായ ഒരു സൗഹൃദം ഇസ്രയേൽ വച്ചു പുലർത്തുന്നുണ്ട്. വളരെ അടുത്ത സൗഹൃദം തന്നെ 2 രാജ്യങ്ങളും തമ്മിലുണ്ട്. ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സുഹൃത്ത് തന്നെയാണ്. പക്ഷേ അമേരിക്ക പോലുള്ള ശക്തികളുടെ കാര്യം വരുമ്പോൾ നമുക്ക് ഇസ്രയേലിനെ ട്രസ്റ്റ് എന്ന വാക്കല്ല ഞാൻ പറയുന്നത്. അവിടെ ഇസ്രയേലിനൊന്നും ചെയ്യാനില്ല. കാരണം US-ന്റെ ഒരു സാമന്ത രാഷ്ട്രമായതുകൊണ്ട് ഇസ്രയേലിന് അമേരിക്കയെ പലപ്പോഴും ഒബേ ചെയ്യേണ്ടി വന്നേക്കാം. ബട്ട് അത് മാറ്റി നിർത്തിയാൽ ഇന്ത്യയുമായിട്ട് നല്ലൊരു സൗഹൃദം ഇസ്രയേലിനുണ്ട്. ഏറ്റവും അടുത്ത നമ്മുടെ സുഹൃത്തുക്കളിൽ ഒന്നാണ് ഇസ്രയേൽ. ബാക്കിയുള്ള രാജ്യങ്ങൾ ഒരുപാട് നമുക്ക് സുഹൃത്ത് രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങൾ ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കും, നാളെ ചിലപ്പോൾ ഉടക്കാം, നാളെ വീണ്ടും സുഹൃത്തുക്കളാവാം. അങ്ങനെയാണ്. ഇപ്പൊ അമേരിക്ക അങ്ങനത്തെ ഒരു രാജ്യമാണ്. ചൈനയുമായിട്ട് ഇന്ത്യ ഒരു യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ ആദ്യം എത്തുന്ന അമേരിക്ക ആയിരിക്കും. ഒരു തർക്കവും അതിനകത്ത് വേണ്ട. അത് റഷ്യയോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സൗഹൃദ പട്ടികയിലുള്ള വേറെ ഒരു രാജ്യമോ എത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ അമേരിക്ക നമ്മളെ സഹായിക്കാൻ വന്നേക്കും. അത് 1962 യുദ്ധത്തിൽ അമേരിക്ക നമ്മളെ സഹായിക്കാൻ സന്നദ്ധരായിരുന്നു. നമുക്കത് വിസ്മരിക്കാനൊന്നും പറ്റില്ല. അമേരിക്കയെ നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ ശത്രുസ്ഥാനത്ത് നിർത്താൻ പറ്റില്ല. പക്ഷേ അമേരിക്കയുടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വിധേയപ്പെട്ട് എല്ലാവരും കഴിയണം. അമേരിക്കയെ ബോസായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ അമേരിക്ക എന്തിനും കൂടെ നിൽക്കും. പക്ഷെ ഇന്ത്യക്ക് അതിന് കഴിയില്ല. ഇന്ത്യക്ക് നമ്മുടെ സ്വതന്ത്ര അധികാരങ്ങളും അല്ലെങ്കിൽ പരമാധികാരവും ഏതെങ്കിലും ഒരു ശക്തിയുടെ മുന്നിൽ അടിയറവ് വയ്ക്കാനല്ല ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ സ്വതന്ത്ര രാജ്യമായിട്ട് എല്ലാ അവകാശങ്ങളോടും പരമാധികാരത്തോടും ഒരു ലോക ശക്തിയായിട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് ഇന്ത്യയുടെ നിലപാടുകൾ യോജിക്കുന്നതല്ല. അതുകൊണ്ട് അമേരിക്ക തരം കിട്ടുമ്പോൾ ഇന്ത്യക്കിട്ട് പണിയും, ഇന്ത്യൻ ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ പാകിസ്ഥാന് കൈ കൊടുക്കും, അസീം മുനീറിന് ചായ കൊടുക്കും, ഷഹബാസ് ഷെരീഫിന് വാരി കൊടുക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും ഇന്ത്യ ചൈന യുദ്ധം ഏതെങ്കിലും ഒരു കാലത്ത് സംഭവിച്ചാൽ അന്ന് സഹായിക്കാൻ റഷ്യ എത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ അമേരിക്ക എത്താം. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായും നമുക്ക് ശത്രുവായിട്ടും കാണാൻ പറ്റില്ല, 100% സുഹൃത്തായിട്ടും കാണാൻ പറ്റില്ല. ഒരേ സമയത്ത് സുഹൃത്തെന്നും ശത്രുവെന്നും ഒക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.